വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇത് നമ്മൾ ലാസ്റ്റത്തെ 2025 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. പല ഭാഗങ്ങളിലുണ്ട്. നമ്മൾ ലൂസൈലിൽ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും പോകാൻ നിൽക്കുന്നത്. ഇപ്രാവശ്യം നിങ്ങളെവിടെ ന്യൂ ഇയർ ആഘോഷിച്ചെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 30 മിനിറ്റ്സ് ടൈം ട്രാവൽ ഉണ്ട് കേട്ടോ ലൂസൈലിലോട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ പെട്രോൾ അടിക്കാനായിട്ട് കയറി. നമ്മൾ നേരത്തെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. ഞാനാണെങ്കിൽ ഖത്തറിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ന്യൂ ഇയറിൽ ഫയർ വർക്ക്സ് കാണാൻ പോകുന്നത്. ഇപ്രാവശ്യമാണെങ്കിൽ ഫാമിലിക്ക് മാത്രമേ അല്ല അവിടെ ഉള്ളൂ, ബാച്ചിലേഴ്സൊക്കെ അതുകൊണ്ട് പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പകൽ സമയത്ത് ട്രാവൽ ചെയ്യാനെല്ലാം കൂടുതൽ ഇഷ്ടം ഈ നൈറ്റ് ട്രാവൽ ചെയ്യാനാണ്. കാരണം ഫുള്ള് ലൈറ്റ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ തന്നെയാണ് എപ്പോഴും ട്രാവൽ ആയതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും വഴികളൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ നമ്മളുടെ ലൊക്കേഷനായിട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. അതേത് ആ കാണുന്ന ബോളിവാർഡിലാണ് കേട്ടോ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നത്. ബോളിവാർഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ കാണുന്ന 4 ബിൽഡിങ്ങുകളാണ് കേട്ടോ. ആ ഏരിയനെ പറയുന്നത് ബോളിവാർഡ് തന്നെയാണ് ലൂസൈൽ. എപ്പോഴത്തെയും പോലെ തന്നെ പോകുന്ന റൂട്ടിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഏരിയയിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പാർക്കിംഗ് ഏരിയ അങ്ങനെ എല്ലാവർക്കും അറിയില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും നടക്കണേന്. ഞങ്ങളാണെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, തണവായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണവ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതാ നമ്മളുടെ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടേക്ക് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ കുറേ ബസ്സൊക്കെ. അപ്പം ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞങ്ങൾ നോർമൽ പോകുന്ന പോലെ തന്നെ നടന്നു പോയിരുന്നു. അപ്പോഴാണ് പോലീസ് നമ്മളെ വിളിച്ചിട്ട് അവിടേക്ക് അലൗഡല്ല, അല്ലെങ്കിൽ അറ്റം വരെ നമ്മൾ നടക്കണം. ഇതിപ്പോൾ ഇവിടെ ബസ് വരും. ഇവിടെ നിന്ന് ബസ്സിൽ നമ്മൾ എടുത്തിട്ടാണ് ആ കറക്റ്റ് ലൊക്കേഷനിൽ നമ്മളെ കൊണ്ടുപോയി ഇറക്കുന്നത്. ഇവിടെ ഫുള്ള് ഇപ്രാവശ്യം നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ബസ്സിൻ്റെ അടുത്തോട്ട് നമ്മൾ പോണേന് കേട്ടോ. അവിടേക്കുള്ള ലൈനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ആണെങ്കിൽ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഫാമിലീസാണോ അതോ ബാച്ചിലേഴ്സാണോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് 2-3 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടും ചോദിക്കുന്നുണ്ട്, ഞങ്ങളോടും ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആരാന്നൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഈ ബസ്സിലോട്ട് അങ്ങനെ കയറി. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഫസ്റ്റ് ബസ്സിൽ തന്നെ ഓടിക്കയറി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിറകിലുള്ള ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എത്തിയുമില്ല. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരക്കിലൊക്കെ പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെയാണ് കയറിയത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇതാ ഇവിടെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും കുറച്ച് നടക്കാനുള്ളൂ, ഒരുപാടൊന്നുമില്ല. എല്ലാവരും ഇതുപോലെ തന്നെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ ഇറങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ചു ഇന്ന് ആൾക്കാർ കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തന്നെയുമല്ല ഇന്ന് ഫാമിലീസിന് മാത്രമല്ലേ അലൗഡുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ആൾക്കാരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ കരുതിയിട്ട് നടന്നുകൊണ്ട് പോകുന്നത്. പക്ഷേ ഏകദേശം അടുത്തെത്താനാകുമ്പോഴത്തേക്കും നന്നായിട്ട് തിരക്കായി വരുന്നുണ്ടായിരുന്നു. എനിക്കുണ്ടല്ലോ സത്യം പറയാലോ ഗായ്സ്, എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. എനിക്കപ്പോൾ ലൈവായിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കാനൊക്കെയാണ് ഇഷ്ടം. പക്ഷെ നമ്മളിലിപ്പോൾ മൈക്കില്ല. ഇൻഷാല്ല മൈക്കൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് വീഡിയോ ഒക്കെ ലൈവായിട്ടൊക്കെ സംസാരിക്കാൻ. ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോട്ടെ, എന്നാലേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുള്ളൂ. അങ്ങനെ പോകുമ്പോഴതാ ചെറിയ ഒരാൾ പോകുന്നത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ എടുത്തതാട്ടോ. ഇതുപോലെ വലിയ ആൾക്കാരൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവരെങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ വീഡിയോസേ ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ ബോളിവാർഡിൻ്റെ അടുത്തോട്ട് പോകും തോറും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല, അത്രയ്ക്ക് തിരക്കാണ് നോക്ക്. അങ്ങനെ കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോക്ക് നല്ല തിരക്ക്. നമ്മൾ അവിടെ കണ്ടിനേലും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2 ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അവിടെയാണെങ്കിൽ ലേസർ ഷോ ഒക്കെ നടക്കുന്നുണ്ട് സ്റ്റേജിൻ്റെ അടുത്ത്. പിന്നെ പല കളേഴ്സും ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേജിലാണെങ്കിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് പേരറിയാത്തൊരു സിംഗറാണ് കേട്ടോ പാടുന്നത്. നല്ല അറബിക് സോങ് ഒക്കെയാണ് പാടുന്നത്. ചിലതൊക്കെ നമുക്ക് കേട്ട് പരിചയമുണ്ട് കേട്ടോ. ചിലതാണെങ്കിൽ നമുക്കറിയാത്തതുകൊണ്ട് നമ്മളെന്നാലും അവിടെ നിന്നിട്ട് അതൊക്കെ കാണുകയാണ് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? നമ്മളിതുപോലെ ഫസ്റ്റ് ഒരു വ്ളോഗ് ചെയ്തിരുന്നു ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട്. സെയിം ലൊക്കേഷൻ തന്നെയായിരുന്നു അത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിലാണ് കേട്ടോ. ഏകദേശം സമയമാവുന്നേ ഉള്ളൂ.
ഇനി കുറച്ച് നേരം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തിങ്ങും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിൽ മുന്നേ ആയിട്ട് അവർ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണേന്ന് കേട്ടോ. അങ്ങനെ ഇവരെ കാണാതായപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫയർ വർക്ക്സ് ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെ ഹസ്ബൻഡിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ തന്നെ അവരെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ഇതാ വാട്ടർ ഷോ ഒക്കെ. അങ്ങനെ ഫൈനലി അവരെ കാണാൻ പറ്റി. അവരവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ വൈഫാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അവളാണെങ്കിൽ ഈ തണുപ്പ് ക്ലൈമറ്റ് ഒട്ടും പറ്റാത്തൊരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത്തിരി ചൂട് ഇവിടെ ഫീൽ ചെയ്തപ്പോൾ ഈ ഷോപ്പിലോട്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളവളെ കണ്ടിട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടോ. ഇവിടെ ഞാനെത്തിയപ്പോഴേക്കും നല്ല തിക്കായിട്ടോ. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് എങ്ങനെയോ ആണ് തിരിച്ചെത്തിയത്. ഞാൻ പോയ പോലെ അല്ല ഈ ഭാഗം ഫുള്ള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് ഫില്ലായിരിക്കും എന്നുള്ളത്. ആളെ കണ്ടെത്താൻ വേണ്ടി കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിട്ടോ. കുറച്ച് സമയം തന്നെ എടുത്തിട്ടാണ് പിന്നെ ആളുടെ അടുത്ത് എത്തിയത് ഞാൻ. അങ്ങനെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഫോണും ക്യാമറയൊക്കെ ആയിട്ട് കേട്ടോ പിടിച്ചിരിക്കുന്നത്. കാരണം അത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് തന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയാണ് കേട്ടോ. ടൈമാണെങ്കിൽ ഏകദേശം 12 ആവാനായിട്ടുണ്ട് കേട്ടോ. അത്രയും വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ വേഗം തന്നെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നതിൽ എത്രയോ അടിപൊളി നേരിട്ട് കാണുന്നത് തന്നെ നമ്മൾ കണ്ണിലൂടെ കാണുന്ന ആ ഭംഗി എത്രയൊക്കെയാണെങ്കിലും ഫോണിലൂടെ അതേപോലെ ക്യാമറയുടെ ആണെങ്കിലും ക്യാപ്ചർ ചെയ്യാനായിട്ട് അത്രയ്ക്ക് റെഡി ആവില്ല. ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. എല്ലാവരും ഒരൊറ്റ വൈബിലാണ് കേട്ടോ അത് എൻജോയ് ചെയ്യുന്നത്. അത്രയ്ക്ക് രസമായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഹസ്ബൻഡും അങ്ങനെ 2 ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് എടുത്തിട്ടാണ്. അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പിയായി. അങ്ങനെ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തു 2026. അങ്ങനെ എല്ലാവരും DJ ഒക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്യാണ് കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കാണ്. കാരണം പിറ്റേ ദിവസം ഹസ്ബൻഡ് ഓഫീസിൽ പോകേണ്ടതല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 1 മണി സമയമൊക്കെ ആയിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിലൊക്കെ തിരക്ക് കൂടും. അപ്പോൾ പിന്നെ നമുക്ക് വേഗം വീട്ടിലെത്താന്നുള്ള മൈൻഡിൽ പോവാന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാണ്. അടിപൊളിയായിരുന്നു. എന്തായാലും വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ ആയനെ. ഇപ്പം എല്ലാവരും നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ പോയ പോലെയല്ല കേട്ടോ. തിരിച്ചു വരുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അവരെല്ലാ ഗേറ്റുകളൊക്കെ എടുത്ത് മാറ്റി എല്ലാവരും ഫ്രീ ആയിട്ട് വിട്ടേക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടിയുടെ അടുത്ത് പാർക്കിംഗ് ഏരിയയിലെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. എനിക്കാണെങ്കിൽ ഗൈസ് നല്ല ഉറക്കക്ഷീണമുണ്ട്. നല്ല ഉറക്കത്തിൻ്റെ വൈബായിട്ട് വരുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് അപ്പാട് കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശരി, ബൈ ബൈ.